ഹായ്, നമ്മളൊരു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു മ്യൂച്വൽ ഫണ്ടിൽ ഇക്വിറ്റി ഫണ്ട് എന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്താണ് ഡെപ്റ്റ് ഫണ്ട്? ഈ ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ അതായത് ഒരു ഫിക്സ്ഡ് റിട്ടേൺ ഉള്ളതിലാണ് ഇത് മ്യൂച്വൽ ഫണ്ടിന് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഗവൺമെന്റ് ബോണ്ട്, അതേപോലെ ട്രഷറി ബില്ല്, ഇതിലൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ അതിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും റിട്ടേൺസ് കുറവായിരിക്കും ഇതിൽ. കാരണം ഒരു ഫിക്സ്ഡ് റിട്ടേൺ ആയതുകൊണ്ടും FD-യെക്കാളും കുറച്ചും കൂടി റിട്ടേൺ ആണ് ഇതിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ ഇക്വിറ്റി ഫണ്ടിൽ നല്ല വേരിയേഷൻസ്, മാർക്കറ്റിൽ അതേ വേരിയേഷൻസ് ഇക്വിറ്റി ഫണ്ടിൽ ഉണ്ടാവും. പക്ഷേ ഈ പറയുന്ന ഡെപ്റ്റ് ഫണ്ടിൽ വേരിയേഷൻസ് കുറവായിരിക്കും. ഈ ഇക്വിറ്റി ഫണ്ടിനെ അപേക്ഷിച്ച് വേരിയൻസ് കുറവായിരിക്കും. അതുകൊണ്ട് റിസ്ക് കുറവാണ്. അപ്പൊ നിങ്ങൾ അധികം റിസ്ക് ഇല്ലാതെ ഒരു ഇതാണ് ആലോചിക്കുന്നെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഡെപ്റ്റ് ഇക്വിറ്റി ഫണ്ടിൽ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യായിരിക്കും ബെറ്റർ. അപ്പോൾ ഇതാണ് മ്യൂച്വൽ ഫണ്ടിൽ ഡെപ്റ്റും ഇക്വിറ്റി ഫണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഡെപ്റ്റ് എപ്പോഴും ഇത്തിരി റിസ്ക് ഫ്രീ ആണ്, പക്ഷെ റിട്ടേൺ അതിന്റെ അത്ര ഉണ്ടാവില്ല. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പോൾ നിങ്ങൾ ഏതിലാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാറ്? അതായത് മ്യൂച്വൽ ഫണ്ടിൽ ഡെപ്റ്റിലാണോ അതോ ഇക്വിറ്റിയിലാണോ? അപ്പോൾ